ഹായ്, ഇന്നൊരു താമരഹാരത്തിൻ്റെ പ്രിസർവേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റെസിനും ഹാർഡ്നറും ഒക്കെ മിക്സ് ആക്കി ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ചെയ്യുന്നത്. ഞാൻ തന്നെ ചെയ്ത വേറൊരു വർക്കിൻ്റെ മോഡലാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ഞാൻ ഈ ഫ്രെയിം ചെയ്യുന്നത് ആ ഹാരത്തിൽ നിന്ന് ഓരോ ഫ്ലവർ ഇളക്കി അതിൽ നിന്ന് ഓരോ പെറ്റൽസ് ഇളക്കി മാറ്റി സെപ്പറേറ്റ് ആയിട്ട് വെച്ചാണ് ഈ ഫ്രെയിം നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ കസ്റ്റമർ നമുക്ക് അന്ന് അവർ ഉപയോഗിച്ച സിന്ദൂരം കൂടെ പ്രിസർവേഷന് തന്നിട്ടുണ്ട്. സിന്ദൂരം നമ്മൾ ബാക്കി വന്ന റെസിനെ മിക്സ് ആക്കി ഹാർട്ട് ഷേപ്പിലാണ് ചെയ്യുന്നത്. ഒന്ന് ഞാൻ കീ ചെയിനും ഒന്ന് ആ ഫ്രെയിമിൽ വെക്കാനുമായിട്ടാണ് ചെയ്യുന്നത്. ഫ്രെയിമിൽ വെക്കാനുള്ള ഹാർട്ട് ഷേപ്പിനകത്ത് ഒരു ഇൻഫിനിറ്റി ഷേപ്പും കൂടെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രെയിം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ഫോട്ടോയ്ക്ക് ചുറ്റും ഗോൾഡൻ ഫോയിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വെറും അതൊരു പ്ലെയിൻ ആയിട്ടിരിക്കും. നെയിമും കൂടെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ ഒഴിക്കാം. സെക്കൻഡ് ലെയർ ഒഴിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് നെയിം ഒട്ടിക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. റെസിൻ ഒഴിച്ചതിന് ശേഷം ഫ്രെയിം എപ്പോഴും അടച്ചു വെക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ വല്ല പ്രാണിയോ പക്കിയോ ചെറിയ ഉറുമ്പോ എന്തെങ്കിലും വീട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിമിൻ്റെ ഭംഗി മൊത്തത്തിൽ പോകും. ലെയറിന് ശേഷം ഞാൻ മൂന്നാമത് ഒരു ലെയറും കൂടെ വീട്ടിയായിരുന്നു. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കല്യാണ ഹാരം ലൈഫ് ലോങ് പ്രിസർവേഷൻ ചെയ്യണമെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.